അത് അണ്ണാനഗർ ടവറിൻ്റെ ഓപ്പോസിറ്റുള്ള റോഡാണ്. അപ്പോഴാണ് ഞാൻ രാത്രി വന്നപ്പോൾ രാത്രി 10 മണിക്ക് ഇത്രയും തിരക്കുണ്ടെങ്കിൽ ഇവിടെ എന്താണ് കാര്യമായിട്ടുള്ളതെന്നൊന്നും അറിയാൻ ഒരു ആഗ്രഹം. സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ ഞാൻ പോയപ്പോൾ തന്നെ അവിടെ ബിരിയാണി നല്ല രീതിക്ക് കഴിയാറായിരിക്കുന്നത്. ആ ചേട്ടനാണ് കുനിഞ്ഞു നിന്നാണ് ബിരിയാണി കോരിയെടുക്കുന്നത്. അതിൻ്റെ പുറകിലുള്ള ക്യൂവും അതുപോലെ ആയതിനാൽ ഇന്ന് എനിക്ക് ഇവിടെ നിന്ന് ബിരിയാണി ഇനി കഴിക്കാൻ ട്രൈ ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഏതൊരു റെസ്റ്റോറൻറ്റിലേക്കും എന്നെ എത്തിക്കുന്നത് അവിടുത്തെ തിരക്കാണ്, അല്ലെങ്കിൽ അതിൻ്റെ വെളിയിലുള്ള ആ ഒരു ക്യൂ ആയിരിക്കും. എന്തിനാണ് അത്രയും വലിയൊരു ക്യൂ, അത്ര നല്ല ഫുഡാണ് അവിടെ കിട്ടുന്നത് എന്നുള്ള ആകാംക്ഷയാണ് എന്നെ എപ്പോഴും ഇങ്ങനെ ഒരു റെസ്റ്റോറൻറ്റിലേക്ക് എത്തിക്കുന്നത്. എന്താണ് ഈ ഒരു ബിരിയാണിയെ മറ്റ് ഷോപ്പുകളിൽ നിന്ന് ഇത്ര വ്യത്യസ്തമാക്കുന്നത്? എനിക്കത് അറിഞ്ഞേ തീരും. പിറ്റേന്നും പോയി ക്യൂവിൽ ഫസ്റ്റ് ലൈനിൽ നിന്ന് ബിരിയാണി വരുന്നത് കാത്തിരുന്ന് ആ ചെമ്പറക്കുന്നത് നോക്കിയിരുന്ന് ആ ബിരിയാണി പൊട്ടിക്കുന്നത് വരെ ക്ഷമയോടെയായിരുന്നു. ഓഫ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ഫ്രെയിംസ്, ചെമ്പ് പൊട്ടിക്കുന്ന ആ ഒരു സീൻ, അതും പൊട്ടിച്ച്. അടുത്ത ചോദ്യം, ഈ ബിരിയാണി ഈ ഹൈപ്പിനുള്ളത് ഉണ്ടോ എന്നതാണ്. എന്താണ് ഈ ബിരിയാണിയെ മറ്റ് തമിഴ്നാടൻ SS, സംസം, സാംകോ, ഏവൻ ബിരിയാണികളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത്? എന്തുകൊണ്ടാണ് ഇവിടെ ഇത്രയും തിരക്ക്? അതിനുള്ള ചോദ്യത്തിനുള്ള ഉത്തരവാണ് ഞാൻ കാത്തിരുന്നത്. അങ്ങനെ എൻ്റെ പ്ലേറ്റ് ബിരിയാണി എത്തി. ആ ബിരിയാണി എത്തിയപ്പോൾ എനിക്ക് മനസ്സിലായത്, ഒരു നോർമൽ ഫ്ലേവർഫുൾ ബിരിയാണി എന്നുള്ളതിലുപരി ഈ ബിരിയാണിക്ക് യാതൊരു പ്രത്യേകതയില്ല. ഈ ബിരിയാണിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നല്ല രാത്രിയിൽ നല്ല ചൂടോടുകൂടിയുള്ള ബിരിയാണി കസ്റ്റമേഴ്സിലേക്ക് ഫ്ലേവർഫുള്ളായിട്ട് എത്തിക്കുക എന്നുള്ളതിൽ പക്ഷേ അവർ 100% വിൻ ചെയ്തിരിക്കുന്നു.